നമസ്കാരം. മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം. ചേട്ടാ നമസ്കാരം. നമസ്കാരം. നമ്മൾ കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് ഒരു ചർച്ച എടുത്തപ്പോൾ ISRO ആയിരുന്നു വിഷയം. അപ്പോൾ ISROയിൽ നടക്കുന്ന പല കാര്യങ്ങളും, അവിടെ എന്തൊക്കെയോ ദുരൂഹതകളുണ്ട്, എന്തൊക്കെയോ കാര്യങ്ങൾ ചീഞ്ഞു നാറുന്നുണ്ട് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ചർച്ച എടുത്തിട്ടുണ്ടായിരുന്നു. ഏതായാലും ആ കാര്യങ്ങളൊക്കെ, ഊഹാപോഹങ്ങളൊക്കെ തന്നെ ശരിയാണ് എന്ന് തോന്നിപ്പിക്കുന്ന, അല്ലെങ്കിൽ ആണ് എന്നുള്ള ചില സൂചനകൾ ഇപ്പോൾ വരുന്ന വാർത്തകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. മറ്റൊന്നല്ല, കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വന്നത് ISROയിൽ കൂട്ടരാജി നടക്കുന്നുണ്ട്. ഇത് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ അല്ല സംഭവിക്കുന്നത്. കുറച്ച് മാസങ്ങളായിട്ട് അവിടെ, അതും ഏറ്റവും പ്രധാനപ്പെട്ട പല പ്രൊജക്ടുകളിൽ വർക്ക് ചെയ്യുന്ന ശാസ്ത്രജ്ഞന്മാരാണ് ഇത്തരത്തിൽ രാജി പ്രഖ്യാപിക്കുന്നത്. ഒരു റിപ്പോർട്ട് അനുസരിച്ച് 120ഓളം പേർ ഇതിനോടകം രാജി വെച്ചു കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു രാജി തുടർക്കഥയാകുന്നത് കൊണ്ട് തന്നെ കേന്ദ്ര ബഹിരാകാശ നിലയ വകുപ്പ് അവർ കൃത്യമായിട്ട് തന്നെ ഒരു ചട്ടം കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇപ്പോൾ ISROയിൽ നടക്കുന്നത്? എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ആളുകൾ കൂട്ടരാജി നടത്തുന്നത്? അതിന് പിന്നിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അട്ടിമറിയോ മറ്റെന്തെങ്കിലും ഉണ്ടോ? അല്ല, ഈ ISROയിൽ എന്തൊക്കെയോ ചീഞ്ഞു നാറുന്നു എന്നതിന്റെ സൂചന പുറത്തേക്ക് വരാൻ തുടങ്ങിയിട്ടൊരു 2-3 വർഷമെങ്കിലും ആയിട്ടുണ്ടാവും. ISROക്കെതിരെ ഞാൻ പലപ്പോഴും ഈ സമൂഹ മാധ്യമങ്ങളിലൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ എനിക്കെതിരെ വലിയ വിമർശനങ്ങളും തെറിവിളിയൊക്കെ കിട്ടിയിട്ടുണ്ട്. കാരണം ഇന്ത്യക്കാർ എപ്പോഴും നെഞ്ചിലേറ്റുന്ന, രാജ്യസ്നേഹികൾ എപ്പോഴും നെഞ്ചിലേറ്റുന്ന ഒരു ഓർഗനൈസേഷനാണ് ISRO. അപ്പോൾ അതിനെ വിമർശിക്കരുത് എന്നൊരു കാഴ്ചപ്പാട് നമുക്കുണ്ട്. പക്ഷേ അതിനകത്ത് ഈ വിമർശിക്കരുത് എന്ന് പറയുന്ന ആ ഒരു ഗ്യാപ്പിൽ, അല്ലെങ്കിൽ അതിൻ്റെ ഇളവിൽ ഒട്ടനവധി കാര്യങ്ങൾ അതിനകത്ത് നടക്കുന്നുണ്ട്. 2014 ശേഷം, അതായത് ഈ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം കുറച്ചധികം സ്വാതന്ത്ര്യം ISROയ്ക്ക് കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല, സർക്കാർ അവരുടെ ദൗത്യങ്ങളുടെ എണ്ണം കൂട്ടാനുള്ള ഒരു ശ്രമവും നടത്തിയിട്ടുണ്ട്. അത് കൊണ്ട് മാത്രമാണ് 2014 ശേഷം അല്പമെങ്കിലും ഒരു വേഗത ആദ്യഘട്ടത്തിൽ കൈവന്നത്. അല്ലെങ്കിൽ ISRO ഒരു ഒച്ചിഴയുന്ന വേഗത്തിൽ പോകുന്ന ഒരു ഓർഗനൈസേഷനാണ്. പക്ഷെ ഈ അടുത്ത കാലത്ത് മറ്റ് പല രാജ്യങ്ങളുടെയും ബഹിരാകാശ ഏജൻസികൾ വളരെ വേഗത്തിൽ കുതിക്കുമ്പോൾ ISRO വീണ്ടും വീണ്ടും പഴയതിൽ നിന്നും താഴേക്ക് അതിന്റെ വേഗത പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നമ്മൾ കാണുന്നത്. 2 PSLV ഫ്ലൈറ്റുകൾ പരാജയപ്പെടുന്നു, ബാക്ക് ടു ബാക്ക്. 2025 മെയ്യിൽ ഒരെണ്ണം പരാജയപ്പെടുന്നു, 2026 ജനുവരിയിൽ ഒരെണ്ണം പരാജയപ്പെടുന്നു. ഇതാണ് സത്യത്തിൽ ISROയുടെ ഒരു ദുരവസ്ഥ. അങ്ങനെ ഒരു ദുരവസ്ഥ വന്നിട്ട് നാളുകൾ അറിയും. പക്ഷെ ആ ദുരവസ്ഥയുടെ എഫക്റ്റ് ആദ്യം രാജ്യം അനുഭവിച്ചത് ഇതിലാണ്. കാരണം രണ്ടിലും വളരെ പ്രധാനപ്പെട്ട പ്രതിരോധ സാറ്റലൈറ്റുകൾ ഉണ്ടായിരുന്നു. ഇന്ത്യയുടെ സൈന്യത്തിന്, അല്ലെങ്കിൽ ഇന്ത്യൻ പ്രതിരോധ മേഖലയ്ക്ക് വളരെ അത്യാവശ്യമായ നിർണായകമായ ഉപഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. ഈ 2 ഉപഗ്രഹങ്ങൾ കൊണ്ട് കടലിലിട്ടു. ആ കടലിലിട്ടത് എങ്ങനെയാണ്? അത് ഇന്ത്യയുടെ, അല്ലെങ്കിൽ ISROയുടെ ഏറ്റവും വിശ്വസ്തമായ ഒരു റോക്കറ്റ് ഉപയോഗിച്ചിട്ടാണ് വിക്ഷേപണം നടത്തിയത്. വലിയ സങ്കീർണതകളൊന്നുമില്ല. എന്നിട്ടും അത് മിഷൻ പരാജയപ്പെടുന്നു. 2 മിഷനും ഒരേ കാരണങ്ങളാൽ പരാജയപ്പെടുന്നു. ഇത് സർക്കാരിന് സംശയമുണ്ടാകുന്നു. സർക്കാർ ഒരു ഏജൻസിയെ, ഒരു സമിതിയെ വെച്ച് അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നു. ആദ്യമായിട്ടാണ് ഒരു മിഷൻ ഫെയിലുവർ, ISROയുടെ ഒരു മിഷൻ ഫെയിലുവർ ISROയ്ക്ക് പുറത്തുള്ള ഒരു ഏജൻസി അന്വേഷിക്കേണ്ടി വരുന്നത്. അപ്പൊ അതിനുശേഷം അതിന്റെ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷം ചില നടപടികളൊക്കെ വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ആ പരാജയം, അതിന്റെ പിന്നിലെ കാരണം എന്താണ്, അട്ടിമറി എന്താണ് എന്നൊക്കെ ഇപ്പോഴും രാജ്യം അറിഞ്ഞിട്ടില്ല. പക്ഷെ ഭരണകൂടം അത് അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതിനകത്ത് ചില ഉടച്ചു വാർക്കലുകളൊക്കെ നടക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവിടെ പല തലകളും ഉരുളാനുള്ള ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. ഇങ്ങനെയുള്ള സർക്കാരിന്റെ ഭാഗത്തു നിന്നും വലിയ പ്രഷറുണ്ട്. എനിക്ക് തോന്നുന്നു ഇനി അങ്ങോട്ടുള്ള പല ഓൺഗോയിങ് മിഷൻസും സർക്കാർ പറയുന്നത് വരെ നിർത്തിവെപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെ സർക്കാർ പല വിക്ഷേപണങ്ങളും സ്വകാര്യ മേഖലയ്ക്ക് കൈമാറാനുള്ള ശ്രമം നടത്തും. ഇങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിലാണ് 100ഓളം ശാസ്ത്രജ്ഞരടക്കമുള്ള ജീവനക്കാർ ISROയിൽ നിന്നും VRS എടുത്തു പോകുന്നു എന്ന വാർത്ത വരുന്നത്. സത്യത്തിൽ ആ വാർത്ത നമ്മൾ അന്ന് പറഞ്ഞ ഈ പറയുന്ന ചീഞ്ഞ ഞാറ്റലുണ്ട് എന്ന് പറഞ്ഞ അതിനെ സാധൂകരിക്കുന്നതാണ്. സർക്കാർ അതിനെ പിടിച്ചു നിർത്താൻ വേണ്ടി, അതായത് 100ഓളം പേർ പോയി കഴിഞ്ഞിരിക്കുന്നു. ഇനിയും കൊഴിഞ്ഞു പോകാതിരിക്കാനായി VRSനെ കേന്ദ്രീകരിച്ചു. അതായത് VRSന്റെ തീരുമാനങ്ങൾ എടുക്കുന്നത് ബഹിരാകാശ വകുപ്പാണ് എന്ന നിലയിലേക്ക് മാറ്റിയിരിക്കുന്നു. ISROയിൽ നിന്നും ആ അധികാരം എടുത്തു മാറ്റിയിരിക്കുന്നു സർക്കാർ. അപ്പോൾ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് നേതൃത്വപരമായ പല പ്രശ്നങ്ങളും അവിടെ ഉണ്ട് എന്നുള്ളതാണ്. നേരത്തെ നമ്മുടെ മുൻ ISRO ചെയർമാനായിരുന്ന സോംനാഥ്, അദ്ദേഹം വിരമിച്ചതിന് ശേഷം ഒരു പുസ്തകം എഴുതുന്നു. ആ പുസ്തകം മുൻ ISRO ചെയർമാൻമാർക്കെതിരെ പല പരാമർശങ്ങൾ ഉണ്ട് എന്ന വാർത്ത വരുന്നു. അതിനുശേഷം ആ പുസ്തകം നിരോധിക്കുന്നു.
എന്താണ് ആയിരക്കണക്കിന് കോപ്പികൾ അടിച്ച പുസ്തകം കത്തിച്ചു കളയുന്നു, ആ കോപ്പികളെല്ലാം കത്തിച്ചു കളയുന്നു. ഈ ഒരു സാഹചര്യത്തിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതൊക്കെ വളരെ എന്താണ് സർക്കാർ സോംനാഥിന് മേൽ അതൃപ്തി പ്രകടിപ്പിക്കുന്നു. സോംനാഥ് ആകട്ടെ മുൻ ചെയർമാൻമാർക്കെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് ആ പുസ്തകത്തിൽ നടത്തിയിട്ടുള്ളത് എന്നാണ് അറിയാൻ സാധിച്ചത് വാർത്തകളിലൂടെ. അപ്പോ ഇങ്ങനെയൊക്കെയുള്ള പല പ്രശ്നങ്ങളുമുണ്ട്. ഇതാണ് ഈ രാജിക്ക് കാരണമായത് എന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷേ ഇന്ന് ഈ രംഗത്തെ വിദഗ്ധർ പറയുന്നതിന് പല കാരണങ്ങളുണ്ട് എന്നാണ്. കോമ്പിനേഷൻ ഓഫ് റീസൺസ് എന്നാണ് അവർ പറയുന്നത്. അതിനകത്ത് 1-2 കാരണങ്ങളുണ്ട്. പക്ഷെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ISROയ്ക്ക് അകത്തെ ആളുകൾ പലരും ഡീമോറലൈസ്ഡ് ആണ്. അവർ അസംതൃപ്തരാണ് അതിനകത്ത്. സംഘടനാപരമായ അല്ലെങ്കിൽ അതിനകത്ത് സ്ഥാപനത്തിന്റെ ആഭ്യന്തരമായ പല പ്രശ്നങ്ങളുമുണ്ട്. ഈ ഒരു മിഷൻ, ഇപ്പൊ ഉദാഹരണത്തിന് ചന്ദ്രയാൻ വിജയിച്ചു. ചന്ദ്രയാൻ വിജയിച്ചപ്പോൾ അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ കൊണ്ടുപോയതാരാ? ചെയർമാനായ സോംനാഥാണ്. സോംനാഥിന് പലതരത്തിലുള്ള സ്വീകരണം ലഭിക്കുന്നു, പ്രധാനമന്ത്രി കാണുന്നു, അഭിനന്ദനങ്ങൾ കാണുന്നു. പക്ഷെ ISRO ടീമിനകത്ത് അവർക്ക് വേണ്ട പ്രാധാന്യം കിട്ടിയിട്ടുണ്ടാവും. പക്ഷെ രാജ്യത്ത് മുഴുവൻ പ്രശസ്തനാകുന്നത് സോംനാഥാണ്. പക്ഷെ ചെയർമാൻ അതിനകത്ത് വളരെ ചെറിയൊരു റോൾ മാത്രമേ ഉള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മിഷൻ ഡയറക്ടേഴ്സ് ഉൾപ്പെടെയുള്ളവരുടെ വിജയമാണത്. പക്ഷെ ഫെയിലുവർ വന്നാലും അത് തന്നെയാണ്. പക്ഷെ ഇതിനകത്ത് പലരും അറിയപ്പെടാതെ അങ്ങനെ തന്നെ ഇരുന്നു പോകുന്നുണ്ട് അവിടെ. ഈ അടുത്ത കാലത്താണ് ഒരു ISRO ശാസ്ത്രജ്ഞ മരണപ്പെട്ടതിന് ശേഷമാണ് അവരുടെ റോളുകളെ കുറിച്ചുള്ള വിവരങ്ങളെല്ലാം പുറത്തു വന്നത്. അപ്പോൾ അങ്ങനെ കടുത്ത അസംതൃപ്തി പലർക്കുമുണ്ട്. അവർ ചെയ്യുന്ന ഒരു ജോലിക്ക് ആവശ്യമായിട്ടുള്ള ശമ്പളമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യമോ അവർക്ക് ലഭിക്കുന്നില്ല. അവരുടെ പുരസ്കാരങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളോ അവർക്ക് ലഭിക്കുന്നില്ല എന്നൊരു പലരും ഈ രംഗത്തേക്ക് വരുന്നത് പാഷൻ കൊണ്ടാണ്. ഇതിനകത്തെ ശമ്പളം കണ്ട് മോഹിച്ചിട്ടൊന്നുമല്ല. അതിനകത്തുള്ള പാഷനാണ്, രാജ്യത്തോടുള്ള ഒരു കൂറ്. അതൊക്കെ ഈ APJ അബ്ദുൽ കലാം ഒക്കെ ISROയിൽ ഉണ്ടായിരുന്ന കാലത്ത് അവരുടെ ടീം വർക്ക് അതൊക്കെ നമ്മൾ കണ്ടതാണ്. രാജ്യത്തോടുള്ള ഒരു കൂറ്, രാജ്യത്തോടുള്ള ഒരു സ്നേഹം, ഈ ബഹിരാകാശ മേഖലയിലൂടെ രാജ്യത്തിന് സംഭാവന ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം, ഇതൊക്കെയാണ് ISRO ടീമിനെ പിടിച്ചു നിർത്തിയത്. പക്ഷെ പുതിയ തലമുറയ്ക്ക് അതൊക്കെ കൈമോശം വരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ 100 പേർ പോകുന്നു, ഇനി ഒരു 150 പേർ കൂടി പോകാൻ നിൽക്കുന്നുവെങ്കിൽ എന്റെ അഭിപ്രായത്തിൽ ഇവന്മാർ പോട്ടെ എന്ന് വിചാരിക്കണം. പക്ഷെ പിടിച്ചു നിർത്താനാണ് സർക്കാർ ശ്രമിക്കുന്നത്. കാരണം ഗഗൻയാൻ ഉൾപ്പെടെയുള്ള ഒട്ടനവധി പ്രോജക്റ്റുകളുണ്ട്. പക്ഷെ ഇവരൊക്കെ നിന്നിട്ടും പ്രയോജനമില്ല എന്നുള്ളൊരു അവസ്ഥയിലാണ്. കാരണം ഗഗൻയാൻ പദ്ധതിയും വളരെയധികം സാവധാനത്തിലാണ് മുന്നോട്ട് നീങ്ങുന്നത്. അടുത്ത വർഷമാണ് ആളെ അയക്കേണ്ടത്. അപ്പോ അതുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം, അടുത്ത വർഷം അത് നടക്കുമോ എന്ന കാര്യം സംശയത്തിലാണ് എന്നാണ് പറയുന്നത്. ഗഗൻയാൻ പദ്ധതിയോടൊപ്പം ഒരു ബഹിരാകാശ നിലയം സ്ഥാപിക്കാനുള്ള നീക്കം നടത്തുന്ന ഒരു രാജ്യം. ആ ബഹിരാകാശ നിലയവുമായി ബന്ധപ്പെട്ട് അതിന്റെ ഡെമോ ഒക്കെ പുറത്തു വരുമ്പോൾ സത്യത്തിൽ ഇത് വിശ്വസിക്കാൻ പ്രയാസമുണ്ട്. ഇതാണോ ഒരു പാൽപാത്രം പോലെ കണക്കുള്ള ഒരു ഡെമോ ഒക്കെ വെച്ചിട്ട് ഭാരതത്തിന്റെ ബഹിരാകാശ നിലയം എന്നൊക്കെ പറഞ്ഞിങ്ങനെ വലിയ പ്രചരണം നടത്തുകയാണ്. പക്ഷെ ഇതൊക്കെ ഏത് വരെ എത്തി, അല്ലെങ്കിൽ ഇതൊക്കെ യാഥാർത്ഥ്യമാകുമോ, ഇതൊക്കെ വലിയ സംശയത്തിലാണ് ഇപ്പോഴും രാജ്യം. ആ സമയത്താണ് ഈ അടുത്ത് വരാനിരിക്കുന്ന മിഷൻസിനെ കുറിച്ചുള്ള വലിയ രീതിയിലുള്ള എന്താകുമെന്ന് അറിയാൻ കഴിയാത്ത അനിശ്ചിതാവസ്ഥ, അതാണ് ഈ രാജ്യത്തിലേക്ക് പലരെയും നയിച്ചിട്ടുള്ളത്. പിന്നെ എന്ന് പറഞ്ഞാൽ സ്വകാര്യ മേഖലയുടെ ഒരു കടന്നുവരവ്. നമ്മൾ കരുതുന്നത് പോലെയല്ല ഇന്ത്യയുടെ സ്പേസ് മേഖലയിൽ, ബഹിരാകാശ മേഖലയിൽ സ്വകാര്യ കമ്പനികൾ വളരെയധികം മുന്നോട്ട് പോയിരിക്കുന്നു. പല കമ്പനികൾക്കും വലിയ രീതിയിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ആയി കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ കോമൺ ഇൻഫ്രാസ്ട്രക്ചർ അവർക്ക് കുറവാണ്. കാരണം ഈ ലോഞ്ച് പാഡുകൾ, അതോടൊപ്പം തന്നെ ഈ ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാൻ, ഉപഗ്രഹങ്ങൾ ടെസ്റ്റ് ചെയ്യാനുള്ള, ഫ്ലൈറ്റുകൾ ടെസ്റ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ, ഇതൊക്കെ ISROയ്ക്ക് മാത്രമേ ഉള്ളൂ. ഈ പറയുന്ന സ്വകാര്യ കമ്പനികൾക്കില്ല. നാളെ ആ രംഗത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു മുന്നേറ്റം രാജ്യം കൈവരിക്കുകയാണ്. നാളെ ആദ്യമായിട്ടൊരു സ്വകാര്യ കമ്പനി ഒരു ഉപഗ്രഹം ഭ്രമണപഥത്തിൽ എത്തിക്കാൻ പോകുന്നു. എനിക്ക് തോന്നുന്നത് ഈ സ്കൈറൂട്ട് എയറോസ്പേസ് ആണ് ആദ്യമായിട്ട് ഒരു ഉപഗ്രഹ വിക്ഷേപണം ഇന്ത്യയിൽ നിന്ന് നടത്തുന്നത്. സ്കൈറൂട്ട് മാത്രമല്ല, ഒട്ടനവധി അഗ്നികുൽ കോസ്മോസ്, അതുപോലെ തന്നെ പിക്സൽ, ബെല്ലാട്രിക്സ് എയർസ്പേസ്, ധ്രുവ സ്പേസ്, ദിഗന്തര എന്നിങ്ങനെ ഒട്ടനവധി കമ്പനികൾ അവരുടെ പ്രൊജക്റ്റുകളുമായി അവർ മുന്നോട്ട് പോവുകയാണ്. കാരണം എവിടെ നിന്നും വിക്ഷേപിക്കാം, അതായത് ചെലവ് കുറഞ്ഞ വിക്ഷേപണ രീതികൾ, ഇങ്ങനെയൊക്കെ ആ ടീം അവരെല്ലാം വളരെയധികം ഉത്സാഹഭരിതരാണ്. സ്വകാര്യ മേഖലയിലാണെങ്കിൽ പോലും ISROയുടെ പഴയ ടീമിന്റെ ഉത്സാഹം അവരിൽ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഒരു സ്വകാര്യ മേഖല ഇന്ത്യയിൽ വളർന്നു വരുന്നുണ്ട്. അവർ ISROയെ കടത്തിവെട്ടാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ലോഞ്ച് പാഡ്, ഇപ്പോ ശ്രീഹരിക്കോട്ടയുടെ ലോഞ്ച് പാഡ് വാടകയ്ക്ക് എടുത്തിട്ടാണ് സ്കൈറൂട്ട് നാളെ വിക്ഷേപണം നടത്താൻ പോകുന്നത്. അപ്പം
അവർക്ക് സ്വന്തമായി സ്പേസ് എക്സിനൊക്കെ ഉള്ളതുപോലെ സ്വന്തമായി ഒരു ലോഞ്ച് പാഡ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടി കാര്യങ്ങൾ മുന്നോട്ട് പോയേനെ. അപ്പോൾ ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്നത് ഫണ്ടിങ് ആണ്. ഇപ്പോൾ ഒരു സ്പേസ് ടെക്നോളജി ചർച്ച ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു സ്പേസ് മേഖലയിൽ പ്രവർത്തനം നടത്താൻ പോകുന്ന ഒരു കമ്പനിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ഇന്ത്യയിൽ ഇൻവെസ്റ്റർമാരെ കിട്ടാനുള്ള ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ പരിഹരിച്ചുകൊണ്ട് സ്വകാര്യ മേഖലയ്ക്ക് വളരാൻ ആവശ്യമായ പ്രോത്സാഹനം നൽകുക എന്നുള്ളതാണ് സർക്കാരിന്റെ ഒരു ലക്ഷ്യം. അതിലേക്ക് സർക്കാർ കടക്കും എന്നാണ്. കാരണം ഒരു പരിധിവരെ മാത്രമേ ഈ സ്റ്റേറ്റ് ഓൺഡ് സ്പേസ് ഏജൻസിയെ നമുക്ക് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ എന്ന് സർക്കാരിന് മനസ്സിലായി കഴിഞ്ഞു. പലയിടത്തും പലതരത്തിലുള്ള പ്രശ്നങ്ങളാണ്, വേഗത വളരെയധികം കുറവുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ISROയുടെ ഒരു ജോലി ഈ വിഭജിച്ചു കൊടുക്കുന്ന ഒരു നയത്തിലേക്കൊക്കെ ഒരുപക്ഷെ കേന്ദ്ര സർക്കാർ എത്തിയേക്കും. ISRO ഇപ്പൊ ഗഗൻയാൻ പോലെയുള്ള അല്ലെങ്കിൽ ചാന്ദ്ര ദൗത്യം പോലെയുള്ള വലിയ വലിയ പ്രൊജക്ടുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക, ഈ കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് വിക്ഷേപിക്കുക പോലെയുള്ള പരിപാടികൾ സ്വകാര്യ മേഖലയ്ക്ക് കൈമാറുക, ഇങ്ങനെയുള്ള ഒരു വിഭജനം, അങ്ങനെയുള്ള ഒരു സ്വകാര്യവും അതുപോലെ തന്നെ പൊതുമേഖലയും തമ്മിലുള്ള ഒരു ഹെൽത്തി സഹകരണം, ഇതൊക്കെ ഉറപ്പാക്കുക എന്നതായിരിക്കും ഒരുപക്ഷെ ഗവൺമെന്റിനെ കൊണ്ട് ചെയ്യാൻ സാധിക്കുക. സർക്കാർ ഒരുപക്ഷെ ആ രീതിയിലേക്ക് ചിന്തിച്ച് തുടങ്ങിയേക്കാം. അപ്പൊ അതിന്റെ ഒരു ഗ്യാപ്പ് ആയിരിക്കാം ഇപ്പോ. പക്ഷേ രാജ്യത്തിന്റെ സ്പേസ് മേഖല, ബഹിരാകാശ മേഖല ഒരല്പം പിന്നോട്ടടിക്കും ഈ ഒരു ഗ്യാപ്പിൽ എന്നുള്ളതാണ്. കാരണം നമുക്കറിയാം, ഇപ്പോ മലയാളിയായ അനിൽ മേനോൻ അവിടേക്ക് പോകുന്നു, ബഹിരാകാശ സ്റ്റേഷനിലേക്ക് പോകുന്നു. അവിടെ അദ്ദേഹം 8 മാസം താമസിക്കുന്നു, പരീക്ഷണങ്ങൾ നടത്തുന്നു എന്നൊക്കെ നമ്മളിവിടെ ടെലിവിഷൻ ചാനലുകൾ 24 മണിക്കൂറും ലൈവ് ഈ ഫ്ലൈറ്റൊക്കെ ലൈവൊക്കെ കാണിച്ച് ഇരിക്കുന്നുണ്ട്. പക്ഷെ അനിൽ മേനോൻ ആരാണ്? അനിൽ മേനോന് കേരളവുമായി ചെറിയ വേരുകളുണ്ട് ഉള്ളതേ ഉള്ളൂ. അദ്ദേഹം ഒരു അമേരിക്കക്കാരനാണ്. അദ്ദേഹത്തിന്റെ രാജ്യത്തിന് വേണ്ടിയാണ് പണിയെടുക്കുന്നത്. അനിൽ മേനോന്റെ പരീക്ഷണങ്ങളോ അനിൽ മേനോന്റെ യാത്രയോ ഒന്നും നമ്മളെ ബാധിക്കുന്നതല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യം സ്വന്തമായി എന്തുകൊണ്ട് ഒരു മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കാൻ വൈകുന്നു? ആ പദ്ധതി എന്തുകൊണ്ടാണ് ഇഴഞ്ഞ് വളരെ നീങ്ങുന്നത്? ഇപ്പൊ സൂര്യനെ പഠിക്കാനായിട്ടൊരു ദൗത്യം നമ്മൾ നടത്തിയിരുന്നു. അതിനെക്കുറിച്ച് നമ്മൾ പിന്നീട് കേൾക്കാനില്ല. നമ്മളിപ്പോ GPS എന്ന് പറയുന്നത് വിദേശ സാങ്കേതിക വിദ്യയാണ്. അതിന് പകരമായിട്ട് ഇന്ത്യക്ക് സ്വന്തമായ ഒരു നാവിഗേഷൻ സംവിധാനമൊക്കെ ഉണ്ടാക്കാനായി കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഇന്ത്യ അതിനുള്ള ശ്രമമൊക്കെ ആരംഭിച്ചു. അതിന്റെ സാറ്റലൈറ്റ് ഒക്കെ പോയിട്ടുണ്ട്. പക്ഷേ ഈ സാറ്റലൈറ്റുകളിൽ പലതും ഇപ്പോ പണിമുടക്കിയിരിക്കുന്നു എന്ന വാർത്തകൾ വരുന്നു. സാറ്റലൈറ്റുകൾ ലോഞ്ച് ചെയ്യുന്നു, വിജയകരമായി ഭ്രമണപഥത്തിൽ എത്തുന്നു, അതാണ് വാർത്തയായി മാറുന്നത്. പിന്നീട് ഈ ഉപഗ്രഹങ്ങൾ വേണ്ട രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടോ, ഈ ഉപഗ്രഹങ്ങളുടെ ലൈഫ് സ്പാൻ എത്രയാണ്, അത്രയും കാലം ഇത് കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ടോ, ഇത്തരം കാര്യങ്ങൾ പരിശോധിച്ചാൽ പല ഉപഗ്രഹങ്ങളും പരാജയമായി മാറുകയാണ്. അപ്പോൾ ഇതിലെല്ലാം വളരെ കൃത്യമായ ഒരു രീതി, നാവിഗേഷൻ സംവിധാനം നമ്മുടെ ഇന്ത്യയുടേത് ഒരിക്കലും വലിയ പരാജയമായി മാറിയിരിക്കുന്നു എന്നാണ് പല വാർത്താ റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത്. അപ്പം ആ മേഖലയിലൊക്കെ ഒരു അടിയന്തരമായ ഒരു മുന്നേറ്റം നമ്മൾ നടത്തേണ്ടതുണ്ട്. അപ്പോൾ അത്തരം മേഖലകളിൽ സ്വകാര്യ മേഖലയെ ആശ്രയിക്കാനായിരിക്കും സർക്കാർ ഇനി ശ്രമിക്കുക. നമുക്കറിയാം, നമ്മുടെ 2 എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റുകൾ പോയി. അതിനുശേഷം വരുന്ന മറ്റൊരു എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ് വരുന്നത് സ്വകാര്യ മേഖലയിൽ നിന്നാണ്. അത് ദൃഷ്ടിയാണ്. ആ ദൃഷ്ടി വിക്ഷേപിക്കാനായി ISROയെ അവർ തെരഞ്ഞെടുത്തില്ല, അവർ സ്പേസ് എക്സിനെയാണ് തെരഞ്ഞെടുത്തത്. പക്ഷേ ദൃഷ്ടിയുടെയും ഉപഗ്രഹങ്ങൾ സാറ്റലൈറ്റിൽ ചില പ്രശ്നങ്ങൾ വന്നു, ദൃഷ്ടി ഇപ്പോൾ പ്രവർത്തനക്ഷമമല്ല. അപ്പം സ്വകാര്യ മേഖലയിലടക്കം വലിയ തരത്തിലുള്ള മുന്നേറ്റങ്ങൾ രാജ്യത്ത് നടക്കുന്നുണ്ട്. അതേസമയം പൊതുമേഖലയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. ഈ സ്വകാര്യ മേഖലയിലേക്ക് വരുന്ന കമ്പനികൾ ഈ പറയുന്ന ശാസ്ത്രജ്ഞന്മാരെയും ISRO ഉദ്യോഗസ്ഥരെയും ഒക്കെ മാടി വിളിക്കുന്നു എന്നാണ് പറയുന്നത്. അവർക്ക് ഉയർന്ന ശമ്പളമൊക്കെ കൊടുക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരു കേന്ദ്ര സർക്കാർ ജീവനക്കാർ എന്ന നിലയിൽ സ്വകാര്യ മേഖലയെ വെല്ലുന്ന പാക്കേജ് കൊടുക്കുക, അവരെ കൊണ്ട് കൃത്യമായി പണിയെടുപ്പിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുക, നല്ല നേതൃത്വം ഉണ്ടാവുക എന്നുള്ളതാണ്. കഴിഞ്ഞ ഒരു കാലങ്ങളായി ISRO നേതൃത്വത്തിൽ ചില പ്രശ്നങ്ങളുണ്ട് എന്നാണ്. ഇപ്പോൾ ഇത്രയധികം ആളുകൾ VRS എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും അതിന്റെ വിശദീകരണം തരേണ്ടത് ISRO ചെയർമാനാണ്. അദ്ദേഹത്തിൽ അത് നിക്ഷിപ്തമാണ്. അത് ചോദിക്കാൻ സർക്കാർ തയ്യാറാകണം. ഇപ്പൊ ചെയർമാൻഷിപ്പിന് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ ഇരിക്കുന്ന കുറെ ആളുകളുണ്ട്. പ്രൊമോഷന് വേണ്ടി മത്സരമാണ് ISRO ചെയർമാൻ പദവിയിലേക്ക് എത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒരു സുതാര്യമായ പ്രവർത്തനവും ഇന്ത്യയുടെ ഭാവി മിഷൻസിനെ പറ്റി ജനങ്ങൾക്ക് കൃത്യമായ അവബോധം നൽകാൻ ISROയും ശ്രമിക്കണം. എന്താണ് ഇനി അടുത്ത് നടക്കാൻ പോകുന്നതിനെ കുറിച്ച് ഒരു പൂർണ്ണമായും ഇരുട്ടിലാണ് ജനങ്ങൾ. ഭരണകൂടത്തിന് ഒരുപക്ഷെ ഇവർ പറയുന്നതാണല്ലോ അവർ വിശ്വസിക്കുക.
അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മിഷൻ ഫെയിലിയറിനെ കുറിച്ച് മറ്റൊരു ഏജൻസി പഠിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഇന്ത്യൻ ബഹിരാകാശ മേഖലയിൽ വലിയ മാറ്റങ്ങൾ വരാൻ പോകുന്നു എന്ന് വേണം നമുക്ക് ഇത്തരം സൂചനകളിൽ നിന്ന് മനസ്സിലാക്കാം. തീർച്ചയായിട്ടും ഒരു ഉടച്ചു വാർക്കൽ ഇനി കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. ഏതായാലും ഈ അമേരിക്ക, റഷ്യ, ചൈന പോലുള്ള രാജ്യങ്ങളുടെ ഒപ്പം തന്നെ ഒരു കേട്ടിരുന്ന പേരാണ് നമ്മുടെ രാജ്യം. ചന്ദ്രയാൻ 3 ഏറെ അഭിമാനത്തോടു കൂടി തന്നെയാണ്. അതും ചന്ദ്രനിൽ ഇറങ്ങാൻ ബുദ്ധിമുട്ടുള്ള മേഖലയിലാണ് അന്ന് ചന്ദ്രയാൻ 3 ലാൻഡ് ചെയ്തത്. അത്രയേറെ ചരിത്രം ഇനിയും കുറിക്കാൻ സാധ്യതയുള്ള എല്ലാ സാധ്യതയും ഉണ്ട്, പ്രഗത്ഭരും ഉണ്ട് നമുക്ക്. പക്ഷെ ഈ പറഞ്ഞതുപോലെയുള്ള പല തടസ്സങ്ങൾ, അതിനുള്ളിലുള്ള പ്രശ്നങ്ങൾ, പുറത്തുള്ള പ്രശ്നങ്ങൾ, തീർച്ചയായിട്ടും കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നൊരു തീരുമാനം. ഇപ്പോഴത്തെ അവസ്ഥ അനുസരിച്ച് ഇന്ത്യക്ക് ISRO ഇല്ലെങ്കിലും ബഹിരാകാശ മേഖല വളരുമെന്ന സ്ഥിതിയിലെത്തിക്കഴിഞ്ഞു. ഒട്ടനവധി കമ്പനികൾ വന്നു കഴിഞ്ഞു. അപ്പോൾ ISROയുടെ ഇൻഫ്രാസ്ട്രക്ചർ അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായും നമ്മുടെ ബഹിരാകാശ മേഖല കുതിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ISRO എന്താണ്, ഈ രാജിവെച്ച് പോകുന്നവരെല്ലാം രാജ്യത്തിലൂടെ കൂറില്ലാത്തവരാണ്. അവർ പൊക്കിയോട്ടെ എന്ന് വിചാരിക്കണം. നമസ്കാരം.